ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാം. പണ്ട് നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന പോലത്തെ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ഇടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ കറിക്കായതുകൊണ്ട് കുറച്ച് ചിക്കൻ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പെപ്പർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇതൊക്കെ ഇട്ട് ഞാൻ പ്രഷർ കുക്കറിലിട്ട് ഒരു 2 വിസിലെടുക്കാൻ പോവാണ്. സാധാരണ നമ്മൾ വേവിച്ച് വെക്കണം എന്നില്ല, മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇപ്പോൾ ചെമ്മീനായാലും ചിക്കനായാലും ഒരു 2 വിസിലെടുക്കാറുണ്ട് കറിയിലേക്ക് ഇടുന്നതിന് മുന്നേ. അപ്പോൾ ഇതൊന്ന് കുക്കർ അടച്ച് വെക്കാം. ചിക്കൻ അധികം വെള്ളം വേണമെന്നില്ല കേട്ടോ. ഒരു ചട്ടിയിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, പിന്നെ പച്ചമുളക് ഇട്ട് വഴറ്റുക. പിന്നെ അതൊന്ന് ആയി വരുമ്പോൾ അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു 3 ഉള്ളി മീഡിയം സൈസ് കേട്ടോ, ഹാഫായിട്ട് സ്ലൈസ് ചെയ്തതാണ്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വളരെ ഈസി റെസിപ്പിയാണ്. ഈ ചിക്കൻ കറീൻ്റെ ബേസിക് റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഞങ്ങളെ വീട്ടിലൊക്കെ അമ്മ പണ്ടുണ്ടാക്കിയിരുന്ന പോലത്തെ കറിയാണ്. ഇപ്പോഴല്ലേ നമ്മൾ ഈ ചില്ലി ചിക്കൻ, പെപ്പർ ചിക്കൻ, അതായത് കുറേ പേരിട്ട് വിളിക്കുന്ന കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പ് ചേർത്താൽ ഉള്ളി വേഗം കുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കളറായിട്ടുണ്ട് ഉള്ളി. ഇനി ഇതിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി അതൊക്കെ ചേർക്കണം. പിന്നെ അടുത്തതായിട്ട് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്നതാണ് നല്ലതാണ്, ഞങ്ങൾ വീട്ടിൽ പൊടിച്ചതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിൻ്റെ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമെന്ന് പറയുമ്പോൾ അടിയിൽ പിടിക്കാണ്ട് നോക്കണം കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമെന്ന് പറയുമ്പോൾ പിന്നെയാണ് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ആ ചിക്കൻ ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ടാവില്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തു. പിന്നെ ചിക്കൻ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കണം. ഞാനിപ്പോൾ അധികം വെള്ളം ചേർത്തിട്ടില്ല. ആദ്യം ഈ ചിക്കൻ വേവിക്കുമ്പോഴും ഞാൻ വെള്ളം ചേർത്തില്ലായിരുന്നു, വളരെ കുറച്ച് വെള്ളമാണ് ചേർത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇപ്പോൾ ടൊമാറ്റോ കൂടി ആഡ് ചെയ്യാൻ പോവാണ്. 2 തക്കാളി മുറിച്ചതാണിത്. ഇനി നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിൽ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കേട്ടോ. അത് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതായത് ആക്ച്വലി ഒരു പൊറോട്ടയ്ക്ക് സൈഡ് ഡിഷായിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമ്മൾ സോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഈ സമയത്ത് സോൾട്ട് എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. പിന്നെ ഞാനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ചേർത്തു. പിന്നെ ഞാൻ ഒരു ചെറുതായി മുറിച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്തു. ഉരുളക്കിഴങ്ങ് ആക്ച്വലി ഈ ഗ്രേവിയൊക്കെ ഒന്ന് കട്ടിയാവാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ നമുക്കിതൊന്ന് 15 മിനിറ്റ്സ് മതി നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോഴത്തേക്ക് കറി റെഡിയാവും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.